ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ ചുമച്ച് വയ്യ, എന്നാലും ദൈവം നടത്തുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനങ്ങനെ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലെന്ന് വീഡിയോ ഒന്നും ഇല്ല. പിന്നെ എന്നെ സ്നേഹിക്കുന്ന വിജീസ് കിച്ചൻ ചാനൽ സ്നേഹിക്കുന്നവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഉള്ളതൊക്കെ ഇച്ചിരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഇപ്പം തന്നെ ഞാൻ പേടിച്ച് നിൽക്കുന്നത്. ഇച്ചിരി കുറച്ച് നേരം സംസാരിക്കുമ്പം ഡ്രൈ കഫ് മനുഷ്യർക്ക് വയ്യാത്തത്. പല മെഡിസിനൊക്കെ എടുത്തു, പിന്നെ കഷായമൊക്കെ ഇട്ട് കുടിച്ചു, ഇഞ്ചിയിട്ട് വെള്ളം കുടിക്കുന്ന, അങ്ങനെ പല രീതി. ഒരു മിനിറ്റ് ചുമ വരുന്നേ. പല രീതിയിൽ ഓരോന്നും ചെയ്യുന്നു. എന്നാലും വയ്യ അറിയിച്ചാൻ പറഞ്ഞ് ഒന്നും ചെയ്യേണ്ട, റെസ്റ്റ് എടുത്തോന്നു. പക്ഷെ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഞാൻ വയ്യയിൽ ഞാൻ ഓരോന്നൊക്കെ ചെയ്ത് എന്നിട്ട് കിടക്കാമെന്നും പറഞ്ഞിരിക്കും. അങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്യാൻ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒന്നുമില്ലായിരുന്നു. അപ്പം അതൊക്കെ ചെയ്ത് പിന്നെ ഇപ്പം ഈ വൈകിട്ടാണ് ഞാൻ പോയി കാബേജ് അരിഞ്ഞൊരു തോരൻ വെച്ചേ. മോരുകറി ഞാൻ വെച്ചത് കൊണ്ട് മോരുകറി ഒരു 3-4 ദിവസമുണ്ട്. പിന്നെ ഇച്ചിരി മീൻകറി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് എല്ലാവരെയും കൊണ്ടൊക്കെ അങ്ങ് നിന്നു. പിന്നെ രാത്രി ഇച്ചിരി മീൻകറിയും കൂട്ടി ചോറ് വേണ്ടിയവർക്ക് ചോറ്, അല്ലെങ്കിൽ പലർക്കും പലതായിരുന്നു ഇന്ന് രാത്രി. അപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. ഒരു ദിവസം നമ്മളെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊന്ന് കിടന്നാൽ പിന്നെ നമുക്ക് ആകെ അങ്ങൊരു വല്ലാത്ത ഇതാണ്. ഇന്ന് ഈ ബോട്ടിലിനൊരു 4-5 ബോട്ടിൽ ചൂടുവെള്ളം ഇങ്ങനെ കുടിച്ചിരിക്കുക. നാളെയെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നേ. നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രാർത്ഥനയൊക്കെ ഉള്ളു, അതല്ലാതെ ഒന്നുമില്ല. ഓക്കെ, ഇനിയും നമ്മുടെ തട്ടിക്കൂട്ട് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്നാളി പറഞ്ഞില്ലേ, റീച്ചാൻ കുളിച്ച വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന്. അതിവിടെ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം കഴിഞ്ഞ ദിവസവും ഇതുപോലെ ഒരു പാക്കറ്റ് കൊണ്ടുവന്നു. ഒരു പാക്കറ്റ് 5 എണ്ണം. അപ്പോൾ അന്ന് ഞാൻ കഴിച്ചില്ല. ഇന്നിപ്പം ഇത് എങ്ങനെയാണെന്നോ, ബട്ടർ എല്ലാം റെഡി ആക്കിയതാണ്. ബട്ടർ ഇങ്ങനെ തേച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് പ്രൈസിന് ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒന്ന് ടേസ്റ്റ് നോക്കി. കാരണം ഞങ്ങൾ 3 ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രൈസമ്മോ ഞാൻ 2 എണ്ണം ഇന്ന് ടിഫിനിലും കൊടുത്തു വിട്ടത്. പോൾമോൻ ടൊമാറ്റോ സോസ് ഇട്ട് കഴിച്ചു. അല്ലാതെ നമുക്കങ്ങ് പിച്ചി ബട്ടർ ഇങ്ങനെ തേക്കുന്നത് കൊണ്ട്, നെയ്യിനേക്കായി നല്ലത് ബട്ടറാണ്. ബട്ടർ ഇങ്ങനെ തേക്കുന്നത് കൊണ്ട് നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് ആ ബട്ടറിൻ്റേതായ. അപ്പം ഞാൻ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, 2 എണ്ണം കൊച്ചിന് അങ്ങ് ടിഫിൻ കൊടുത്തു വിട്ട്. അപ്പം തികയാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ മാവുണ്ടായിരുന്നു, അത് ദോശ ഉണ്ടാക്കി. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കൊച്ചുങ്ങൾക്കും കൊടുത്തു ഞാൻ. അതിൻ്റെ കൂടെ സാമ്പാറുണ്ടായിരുന്നു അന്നുണ്ടാക്കിയ, കൊച്ചുങ്ങൾക്കും കൊടുത്ത് പിന്നെ ഞാനും വന്നിരുന്ന് കഴിക്കുക. അപ്പോൾ പോൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, മമ്മി പ്രൈസിനെ അങ്ങ് തയ്യാറാക്കി വെക്ക്, എന്നിട്ട് മമ്മി പോയി കിടന്നോന്ന് എന്നോട് പറയുക. അത്രയൊക്കെ പറഞ്ഞെന്തുവന്ന് വരും. സമയമായില്ല ഇപ്പോൾ അവന് പോകാൻ. അപ്പന് പറഞ്ഞു അവനെ അങ്ങ് നേരത്തെ അങ്ങ് ഒരുക്കിയിരുത്ത്, ഞാൻ കൊണ്ടുപോയിക്കോളാമെന്ന്. അപ്പം പ്രൈസൻ അവിടെ കിടന്ന് ഗെയിം കാണുന്നുണ്ട്. ഞാൻ പിന്നെ അവൻ ടൈം ടേബിൾ എടുക്കാൻ പറഞ്ഞ് അവൻ ടൈം ടേബിൾ എടുക്കും. നമ്മൾ ചോദിക്കും, എടാ ഇന്നതെടുത്തോന്ന്, ഇവനാന്ന് പറയുകയും ചെയ്യും. ചില പ്രാവശ്യം കഴിഞ്ഞ ദിവസം ടീച്ചർ വഴക്ക് പറയുമ്പോൾ ബുക്ക് കൊണ്ടുപോയില്ല. അപ്പോൾ റീച്ചാൻ അടുത്ത് നിന്ന് അവനോട് ചോദിച്ചതും അവൻ പറഞ്ഞാൽ എടുത്തെന്ന് പറഞ്ഞതും. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ അവൻ ചെയ്തിട്ടും എടുത്തിട്ടും ഞങ്ങൾ വീണ്ടും എടിയിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ തന്നെ അടുത്ത് നിന്ന് ചെയ്യേണ്ടി വരും. ചില സമയത്ത് നിങ്ങളുടെ ഈ മൊബൈൽ അവിടെ ഇരിക്കുവാണെങ്കിൽ അതിലോട്ടായിരിക്കും നോട്ടം. അപ്പോൾ എനിക്കിങ്ങനെ വോയിസ് ഓവറും കൊടുക്കാൻ വയ്യ, എന്തോ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ
ഒരു വല്ലാത്ത സിറ്റുവേഷനിലായിപ്പോയി ഇപ്പം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊന്ന് എണീക്കട്ടെ. ഞാൻ ഇന്ന് കാപ്പിയാണ് ഉണ്ടാക്കിയത് എനിക്ക് കുടിക്കാനായിട്ട്. എന്നിട്ട് അവന്മാർക്കും ഇച്ചിരി പ്ലെയിൻ പാൽ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി കാപ്പി കൊടുത്തു. ചില സമയത്ത് കാപ്പി കൊടുക്കും, ഇല്ലെങ്കിൽ മഞ്ഞളിട്ട് കൊടുക്കും, ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞൊക്കെ ഞാൻ ഇരുന്നതാണ്. പക്ഷേ ഈ മസാലയുടെയൊക്കെ സ്മെല്ലടിക്കുമ്പം കൂടുതൽ ഒന്നുകൂടെ നമുക്കൊന്ന് ചുമ വരും. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ ചാറ് ഇച്ചിരി നന്നായിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുണി കഴുകാതിരിക്കാൻ ഒക്കത്തില്ലല്ലേ, തുണിയും കൂടെ കഴുകാനായിട്ട് അങ്ങിട്ട്. ഇന്ന് ചോറ് ഇരിപ്പുണ്ട്, മോരുകറി ഇരിപ്പുണ്ട്, ഈ മീൻകറി ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്കാണെങ്കിൽ ചുമച്ചങ്ങ് തീരെ വയ്യ, ഇവിടെ ഒന്നും എനിക്ക് അനക്കാൻ വയ്യ. അത് ഈ ഡ്രൈ കഫ് ആകുമ്പോഴെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ചില സമയത്ത് ഒരു ചുമ ഇങ്ങോട്ട് കുത്തി ചുമ വന്നാൽ ശ്വാസം പോലും കിട്ടാത്ത ഒരു ചുമയാണ്. എനിക്കതുകൊണ്ട് ഇന്നലെ തീരെ വയ്യ. പിന്നെ രാവിലെ ആകുമ്പോഴേക്കും ആ കുളിച്ച ഉണ്ടാക്കി അത് ഓരോന്ന് തിന്നുള്ളത്. പിന്നെ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഇച്ചിരി മാവ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് ദോശ ഉണ്ടാക്കി. സാമ്പാർ അന്ന് ഉണ്ടാക്കിയത് സാമ്പാറും ഇരിപ്പുണ്ടായിരുന്നു, അത് വേണ്ടിയവർക്ക് അങ്ങനെ കൊടുത്തു. ബാക്കി ഇനിയും ദോശ കുറേ ഇരിക്കുന്നു, കാരണം ഉച്ചയ്ക്ക് ഞാൻ ദോശ ഇനിയും കുറേ ഇരിപ്പുണ്ട്. ഞാനൊന്ന് കിടക്കാൻ പോയി, എനിക്ക് വയ്യ. പോകുമ്പോൾ പറഞ്ഞ് മമ്മി പോയി കിടന്നു, റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി കറി വാങ്ങിക്കാമെന്ന്. ഞാൻ പറഞ്ഞു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ അപ്പം രാവിലെ റേച്ചാനും ഡാഡിയും കൂടെ ഹോസ്പിറ്റലിൽ പോയേക്കുക. രാവിലെ പോകണം, എന്നാലേ അവിടെ എത്തത്തുള്ള സമയത്ത്. ഞാൻ പറഞ്ഞു വരുന്ന വഴിക്ക് ഒരു ഡീലക്സ് മലയാളി ഹോട്ടലുണ്ട്, അവിടെ ഈ ചിക്കൻ്റെയൊക്കെ കീമ എനിക്കല്ലാത്ത ഈ അതിൻ്റെ അപ്പുറത്തൊരു മുസ്ലിം ഇവിടുത്തെ ആൾക്കാരുടെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടമല്ല, അത് ഭയങ്കര ഓയിലാണ്. ഇത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇത് 2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് പോവാ, എന്നാലും ചപ്പാത്തി വേണ്ടവർക്ക് അതുകൊണ്ട്. കാരണം എനിക്കൊരു ഈ മസാലയുടെയൊക്കെ സ്മെല്ലടിക്കുമ്പോൾ കൂടുതൽ വീട് ചുമയ്ക്കാൻ വരും. അതാ ഇന്നിപ്പോൾ നാളിപ്പോൾ ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞ മഞ്ഞൾ വെള്ളമൊക്കെ ഇടയ്ക്കണം, ഇത്തിരി ആശ്വാസമുണ്ട്. കണ്ടിന്യൂസ് ഇപ്പം ഞാൻ ഈ സംസാരിച്ചാൽ ചെഴിഞ്ഞ് വരും. ഈ മീൻകറിയുടെ സ്മെല്ല് കേട്ടാണ് എനിക്ക് ചുമ വരുന്നു. ഇനിയിപ്പോൾ കൊച്ചിനെ കൊണ്ടുപോയി എന്തോ അതിന് തുണിയും കഴുകുക, അതൊക്കെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതും വിരിച്ച് കുറച്ച് പാത്രങ്ങളുണ്ട്, അതും കഴുകിയിട്ട് കിടക്കാൻ പോയാലും ഞാൻ എണീറ്റ് വരും. എന്തെങ്കിലും ഒരു സമാധാനം കാണത്തില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവരൊക്കെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചപ്പാത്തിയാ ആവുമെങ്കിൽ എണീറ്റ് പിന്നെ വല്ലോ തോരണം കാണാൻ വെക്കാം. പിന്നെ അച്ചാറൊക്കെ ഇരിപ്പണേ, എമർജൻസിക്ക് വേണമെങ്കിൽ അച്ചാറെങ്ങാനും എടുക്കാം. ബീഫ് ഇച്ചിരി ഇരിപ്പുണ്ട്, ഞാനത് വെച്ചേക്കുന്നത് ഞങ്ങൾ നാട്ടിൽ ഇവർ കഴിക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ അവർക്ക് സെപ്പറേറ്റ് ഇച്ചെടുത്ത് വെച്ചാൽ ചിക്കൻ്റെ ഒക്കെ അന്ന് ചിക്കൻ്റെ ഇട്ടുണ്ടേ. എന്തൊക്കെ നോക്കട്ടെ, ഈ കൊച്ചിനെ വിടാൻ പോകുന്നു. എനിക്കങ്ങ് വയ്യ, അങ്ങ് വിറയ്ക്കുക മരുന്നത്. കാരണം ഞാൻ ചുമ വരുമ്പോൾ ഇച്ചിരി എന്നിട്ട് സ്ട്രെപ്സിൽസ് പോലെ ഷുഗർ ഫ്രീയുടെ മെഡിസിൻ അലിക്കുന്നുണ്ട്. ഒരുങ്ങിയോ? നിർത്തിയിട്ട് പാൻ നോക്ക്, സമയമാവുന്നു. പ്രൈസൻ ആരേലും അടിച്ച അടിയും കൊണ്ട് ഇങ്ങനെ ടീച്ചറടുത്ത് പോയി പറയണം കേട്ടോ. ചുമ്മാ ഇന്നലെ അടിച്ച് കിട്ടിയിട്ട് വന്ന് ടീച്ചർക്ക് തന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ടീച്ചർ ഈ ചെറുക്കൻ എന്താ അത്രയ്ക്ക് ഇതില്ലയോന്ന് കേട്ടോ. വീട്ടിൽ നിന്നെ അച്ചാച്ചൻ പോളച്ചാച്ചൻ എന്തെങ്കിലും തൊട്ട ഉടനെ നീ കാലും പൊക്കി അവനെ ചവിട്ടാൻ ചെല്ലുമല്ലേ. അവനെ പിടിച്ചൊന്ന് മാറ്റുകയും വേണം, തള്ളവലും ചെയ്യണം. എന്തിനാ നീ എന്നെ അടിക്കുന്നത്? തമാശയ്ക്ക് അങ്ങനെ അടിച്ചു കളിക്കണ്ട. പേനയുണ്ടോ? പേന മഷിയുണ്ടോ നോക്ക്. ഇന്നലെ കുറച്ച് നോക്ക് പെന്നിൽ മഷിയുണ്ടോന്ന്. അത് നിർത്ത്, കോൺസെൻട്രേറ്റ് ചെല്ല്. അല്ലെങ്കിൽ അതില്ല ഇതില്ലെന്ന് പറയരുത്, നിർത്തടാ. അത് നിന്നോട് ഞാൻ പറഞ്ഞ് കുഞ്ഞുങ്ങൾ കാണേണ്ടിയ ബ്ലിപ്പി അങ്ങനെയുള്ളത് വേണം കണ്ടോണോന്ന്. ഓരോ സംഭവങ്ങൾ കാണുന്നുണ്ട് നീയൊക്കെ. ഉണ്ടായിരുന്നല്ലേ എന്തിയേ? ഇതിപ്പോൾ കൊണ്ടുപോകാൻ മറ്റേ നോക്കി എടുക്കണം, ഏതെങ്കിലും ബുക്കിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പോളേ ഇത് സൂക്ഷിച്ചു വെച്ചോണം.
കളഞ്ഞിട്ട് വന്നാൽ ഇനി അടിക്കും ഞാൻ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പിട്ടാണ് പുതിയത് വാങ്ങിച്ചത്. ആ കവറിൽ തന്നെ ഇട്ട് വെക്ക്. നീ ബുക്കിലൊക്കെ വെച്ച് മാർക്ക് ഇടുന്നുണ്ടേ കേൾക്കുന്നടാ. ബുക്കിൽ നിന്ന് തന്നെ തിരിച്ചെടുത്ത് ബോക്സിൽ ഇടണം. അല്ലാതെ ബുക്കിൽ തന്നെ വെച്ചിട്ട് എവിടെയെങ്കിലും വീണിട്ട്. റീസൺ വീണ്ടും വീണ്ടും അമ്മ പറയുന്നത് ആരുടെയും കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചുകൊണ്ട് വരല്. ആരുടെയും പേന എടുക്കാൻ അവരെ ചിടായിക്കാനോ ഒന്നിനും പോവല്ലേ. ഞാൻ ഉച്ച കഴിഞ്ഞ് കിടക്കാൻ പോവാ. വയ്യ. ഇല്ല, നീ വന്നു കഴിഞ്ഞാൽ കിടക്കൂ. പൊഴുമോൻ പറയുമായിരുന്നു മമ്മി കിടക്കാൻ പോവാന്നോ, എന്നാൽ ചാവി ഇങ്ങിതാ, മമ്മി എണീറ്റ് തുറക്കണ്ട, ചാവിയും കൊണ്ട് അവൻ തുറക്കാം. ഞാൻ പറയില്ല, നീ വന്നിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. കിടക്കണമെന്ന് പറഞ്ഞൊക്കെ ഇരിക്കുമോ, ഓരോന്ന് ഒതുങ്ങിയിട്ട് ഒന്ന് കിടക്കാമെന്ന് പറഞ്ഞിരിക്കുമോ. പ്രൈസനോട് അത്രയും ഞാൻ ചിലച്ച് കുറച്ച് നേരം പിന്നെ ചുമയായിരുന്നു. ഇല്ല, മൊബൈലിൻ്റെ അടുത്തിങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ട് അത് അത്രയും ഭയങ്കര സൗണ്ടായിട്ട് വന്നത്. അവൻ ഇന്നലെ ഞാൻ നോക്കണേ അടി കിട്ടിയിട്ട് വന്ന് അവനോട് ചോദിച്ചോണ്ടേ ഞാൻ ചോദിച്ചാൽ സത്യം പറയട്ടെ എന്തുവാടാന്ന്. അപ്പോൾ തമാശയ്ക്ക് അവൻ്റെ പേന ഇങ്ങോട്ട് എടുത്തെന്ന്. അന്നേരം അവൻ വെച്ച് കൊടുത്തിടണം. അത് ഞാൻ പറഞ്ഞ് അടി കൊണ്ടുകൊണ്ട് വരൽ പിന്നെ ഒന്നീ ടീച്ചറെടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ഇന്നലെ ടീച്ചർ ഇല്ലായിരുന്നെന്ന്, ആ സമയത്തായിരുന്നെന്ന്. ടീച്ചർമാരടുത്ത് പറഞ്ഞാൽ തന്നെ ടീച്ചർമാർ ഇന്ത്യക്കത്തിൽ ഈ കൊച്ചനെന്തോ ഒരു ഇതുമില്ലയോ, ഇങ്ങനെ കംപ്ലയിൻ്റ് ഉള്ളൂ എന്ന്, എല്ലാവരുടെയും ഇങ്ങനെ അടി കിട്ടുമെന്ന് തോന്നുന്നു. അവൻ വീട്ടിൽ പക്ഷേ നന്നായിട്ട് നിൽക്കും പോളിൻ്റെ അടുത്ത്, പക്ഷേ വെളിയിൽ ഇങ്ങനെ പൂച്ചയാണ്. എന്തോ ചെയ്യാനാ. ഇവൻ ഈ പേനയാന്നേലും എന്തോ ആന്നേലും എഴുതിയിട്ട് ബുക്കിൻ്റെ അകത്ത് വെക്കും, പിന്നെ അത് കളഞ്ഞു പോകും. കിടക്കാൻ പറഞ്ഞു വെച്ചിട്ടിപ്പം സമയം 1:10. അപ്പോൾ അവർ വന്ന് റീച്ചക്ക് ഈമയും കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു. ഇനിയൊന്ന് ഞാൻ എന്തോതിനെ കിടക്കാൻ പോകും. അപ്പോൾ അനു ഉച്ച കഴിഞ്ഞ് വരും. കിടക്കാൻ ഉറങ്ങത്തില്ല, ഒന്ന് കിടക്കാൻ. കാരണം എനിക്കങ്ങ് എന്തോ നല്ല ടയേർഡ് പറഞ്ഞു. സമയം ഞാൻ കാണിക്കാമേ. 1:10. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സമയം 1:10, ഇനിയൊന്ന് കിടക്കാൻ പോകാമെന്ന്. അപ്പോൾ അനു വന്നില്ലായിരുന്നല്ലേ. അവൾ വരുന്നിടം പിന്നെ അവിടെ ഇരുന്ന് ഞാൻ ഈ കാബേജ് അരിഞ്ഞ്. അതാ എനിക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തോന്നത്തില്ല. എന്തുവാണെങ്കിലും നമുക്ക് വൈകിട്ടത്തേക്കിനൊക്കെ വല്ലതും വേണ്ടേ. ഉച്ചയ്ക്ക് ഒന്ന് കിടന്നാലും പിന്നെ അത് വൈകിട്ട് നമ്മൾ ചെയ്യണ്ടേ. പിന്നെ കാബേജ് അരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല മോരും ആ മീൻകറി ഇച്ചി ഉണ്ടായിരുന്നെന്ന്. പെട്ടെന്ന് കാബേജ് അരിഞ്ഞങ്ങ് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. അപ്പം രാത്രിയിലത്തേക്കിനും നാളെ ഉച്ചക്കത്തേക്കിനും കാണുമല്ലേ. പിന്നെ ഞാൻ അനുവൊക്കെ വന്നു പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി കിടന്ന് ഇന്നൊന്ന് ഉറങ്ങുകയും ചെയ്തു. കാരണം അത്രയും ശരീരക്ഷീണം. രാത്രിയിലാണെങ്കിലും ഞാൻ കാലയിലില്ല വിക്സ് തേച്ച് സോക്സ് ഇട്ടുകൊണ്ട് ഇത്തിരി ആശ്വാസം കിട്ടും. പകൽ അങ്ങനെയൊന്നും ഞാൻ ഇട്ടുകൊണ്ട് നടക്കാറില്ല. കാരണം ഈ നമ്മൾ വാഷ്റൂമിൽ പോകുമ്പം കാല് നനയുമെന്ന് പറഞ്ഞ് ഞാൻ പകൽ അങ്ങനെ ഇടാറില്ല. പക്ഷേ രാത്രി അങ്ങനെ ഇട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി ആശ്വാസം കാണും ചുമയ്ക്ക്. അപ്പം ഇന്നലെ സൂസൻ പറഞ്ഞായിരുന്നു, ആനി വിജി ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് ഓർപ്പിക്കണേ, ഞാൻ മിക്കവാറും മറന്നു പോകുമെന്ന്. അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെ അങ്ങ് ഞങ്ങൾ കഴിഞ്ഞു പോയി. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.